ATM ഈ പറഞ്ഞത് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഫോർ യുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ ഗണ്ണാണ്. എല്ലാവരും ഇൻട്രോയിൽ കണ്ടു കാണും. നമ്മുടെ ഈ കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതിൽ ഒരു ഉപകരണമായിരിക്കണം ഈ ടെമ്പറേച്ചർ ഗണ്ണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഗൺ കാണുമ്പോൾ മിക്കതും ഒരു 99% ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കും. ഇതെല്ലാം സ്വന്തമായിട്ട് നമ്മൾക്ക് നിർമ്മിക്കാൻ പറ്റുമോ എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഹോബീസിന്, ഇലക്ട്രോണിക് ഹോബീസിന് തോന്നിയിട്ടുണ്ടെങ്കിൽ പറ്റും, നമ്മളെ കൊണ്ട് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചിരുന്ന ഒരു പ്രൊജക്റ്റാണിത്. നമ്മൾ Arduino പ്രോഗ്രാം യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി Arduino പ്രോഗ്രാം അത്ര കണ്ട് ഫ്ലെക്സിബിൾ അല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ ആണ്. കാരണം ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പ്രോഗ്രാമൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് തന്നെ ചെറിയ പ്രോഗ്രാമൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ നാച്ചുറലി നമ്മൾ ആ ഒരു പ്രോഗ്രാമിംഗ് ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾക്ക് എത്താൻ പറ്റും. അപ്പോൾ തുടക്കക്കാർക്ക് ഏറ്റവും പറ്റിയൊരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ്. പിന്നെ ലാപ്ടോപ്പൊന്നും കയ്യിലില്ലല്ലോ, PC ഒന്നും കയ്യിലില്ല, പ്രോഗ്രാമിംഗ് ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്നവർ ശ്രദ്ധിക്കുക. ആൻഡ്രോയിഡ് ഫോൺ കയ്യിലുണ്ടല്ലോ, അത് തന്നെ ധാരാളമാണ് നമ്മുടെ Arduino ബോർഡ് പ്രോഗ്രാം ചെയ്യാൻ. അപ്പോൾ മറക്കാതെ ഈ വീഡിയോ മുഴുവനായും കാണുക, പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഗൺ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്ന വേരിയസ് ഡിവൈസുകളും അതിൻ്റെ ഇൻ്റർ കണക്ഷൻസും പ്രവർത്തനം വിശദമാക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രത്തിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആദ്യം കാണാൻ പറ്റും ഒരു ഡിസ്പ്ലേ യൂണിറ്റ്. മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു കുഞ്ഞ് ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ ആവശ്യമുണ്ട്. 128x64 റെസൊല്യൂഷനിലുള്ള ഒരു കുഞ്ഞു ഡിസ്പ്ലേ ആണിത്. ഇതിൻ്റെ പിന്നോട്ട് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 4 പിൻസാണ് ഇതിലുള്ളത്. VCC, ഗ്രൗണ്ട്, പിന്നെ ഇതിലോട്ടുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് 2 സീരിയൽ പിൻസ്, സീരിയൽ ക്ലോക്കും സീരിയൽ ഡാറ്റവും. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് MLX 90614 എന്ന് പറയുന്ന നോൺ കോണ്ടാക്ട് ഇൻഫ്രാറെഡ് തെർമോമീറ്ററാണ്. ഇത് അത്യാവശ്യം നല്ല ആക്യുറസി തരുന്നൊരു സെൻസറാണ്. 0.1 to 0.5 ഡിഗ്രി വരയ്ക്കും ആക്യുറസി തരും. പക്ഷേ നമ്മൾ മെഷർ ചെയ്യുന്ന ഒബ്ജക്റ്റ് സെൻസറുമായിട്ട് 2 to 8 സെൻറ്റിമീറ്ററിലാണ് ഇതിന് മാക്സിമം ആക്യുറസി തരിക. അതുകൊണ്ട് തന്നെ നമ്മൾ മെഷർ ചെയ്യുന്ന ഒബ്ജക്റ്റ് 8 സെൻറ്റിമീറ്ററിൽ താഴെയാണ്, അല്ലെങ്കിൽ വളരെ അടുത്താണ് ഈ സെൻസറിന് മാക്സിമം ആക്യുറസി തരുന്ന ഒരു ഡിസ്റ്റൻസിൽ തന്നെയാണ് എന്ന് നമ്മുടെ കൺട്രോളറിന് അറിയണമെങ്കിൽ നമ്മൾക്കൊരു പൊസിഷൻ സെൻസറുടെ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പൊസിഷൻ സെൻസർ യൂസ് ചെയ്യുന്നുണ്ട്. TCRT 5000ൻ്റെ ഒരു IR LED-യും ഒരു ഫോട്ടോ ഡയോഡും ഉള്ള ഒരു യൂണിറ്റാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ ഒരു IR LED-യും ഫോട്ടോ ഡയോഡും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച് നമുക്ക് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫോട്ടോ ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ട് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് നമ്മളൊരു അനലോഗ് ഇൻപുട്ടിലോട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ എല്ലാം പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ കൺട്രോളർ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു Arduino ബോർഡാണ്. Arduino Nano ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ Arduino Nanoയിൽ അപ്ലോഡ് ചെയ്യേണ്ട പ്രോഗ്രാമെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അത് അപ്ലോഡ് ചെയ്യേണ്ട പ്രൊസീജിയർ നമ്മൾ അടുത്ത സ്റ്റെപ്പുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഒരു 9 വോൾട്ടേജ് ബാറ്ററിയും സർക്യൂട്ട് പവർ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുഷ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്കൊരു അലാമിന് വേണ്ടിയിട്ട് ഒരു ബസർ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ഹൈ എന്ന് തോന്നുന്ന ടെമ്പറേച്ചർ, ലെറ്റ് ഇറ്റ് ബി 39 or 40 ഡിഗ്രി സെൽഷ്യസ്, ആ 40 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് മെഷർ ചെയ്ത ടെമ്പറേച്ചർ 40 ഡിഗ്രിക്ക് മേലെയാണെങ്കിൽ നമുക്കൊരു ബസർ ശബ്ദം വേണം, ഒരു ബീപ്പ് സൗണ്ട് വരണം. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബീപ്പ് സൗണ്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു അലേർട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ബസർ വെച്ചിരിക്കുന്നത്. ഇതൊരു ഓപ്ഷണലായിട്ടുള്ളൊരു സാധനമാണ്. ഇത് ആവശ്യമില്ലെങ്കിൽ നമുക്കിത് ഒഴിവാക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്കിതിൽ വരുന്ന ഓരോ യൂണിറ്റ് നമ്മളൊന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ്. വളരെ ചെറിയൊരു 1 ഇഞ്ച് മാത്രം സൈസിലുള്ളൊരു ഡിസ്പ്ലേ ആണിത്. പിന്നെ നമ്മൾ ഇതിൻ്റെ Arduino ബോർഡ്, നമ്മുടെ മെയിൻ കൺട്രോളർ Arduino Nano ആണ്. Arduino Nano ബോർഡുണ്ട്. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 90614ൻ്റെ ഒരു ഇൻഫ്രാറെഡ് തെർമോമീറ്ററാണിത്. പിന്നെ നമുക്ക് ഔട്ട്പുട്ട് ഒരു അലാം സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബസർ വയ്ക്കുന്നുണ്ട്. പിന്നെ പുഷ് ബട്ടൺ, പിന്നെ 9 വോൾട്ടേജ് ബാറ്ററി ഉണ്ട്, ബാറ്ററി വിത്ത് ബാറ്ററി ക്ലിപ്പ്.
പിന്നെ നമുക്ക് വേണ്ടത് എന്തായിരുന്നു, TCRT 5000ൻ്റെ ഒരു പൊസിഷൻ സെൻസർ. പിന്നെ ഈ പൊസിഷൻ സെൻസിൻ്റെ ഫീഡ്ബാക്ക് അഡിനിലോട്ട് പോകുന്നത് ഒരു പുള്ളപ്പ് റെസിസ്റ്റർ വയ്ക്കുമ്പോഴാണ്. ഒരു 10K പുള്ളപ്പ് റെസിസ്റ്റർ വയ്ക്കണം. പിന്നെ ഇതിൻ്റെ ഇൻഫ്രാറെഡ് LED നമുക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ്, ഒരു 100 ഓമിൻ്റെ ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററും വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള ഡിവൈസ്. നമ്മുടെ ഈ IR ടെമ്പറേച്ചർ ഗൺ പ്രൊജക്റ്റിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ അസംബ്ലിങ്ങിലോട്ട് നേരിട്ട് കടക്കുകയാണ്. തുടങ്ങിയാലപ്പോൾ നമ്മുടെ പ്രോജക്റ്റിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്രെഡ് ബോർഡിലോട്ട് വയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പവർ ഓൺ ചെയ്ത് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, Arduino ബോർഡിലോട്ട് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യണം. ലാപ്ടോപ്പ് കയ്യിലുള്ളവർക്ക് ലാപ്ടോപ്പ് വെച്ച് വളരെ ഈസി ആയിട്ട് Arduino ബോർഡിലോട്ട് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോൺ കയ്യിലുള്ളവർക്ക് ആൻഡ്രോയിഡ് ഫോണും Arduino IDE ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആപ്പും ഉണ്ടെങ്കിൽ നമ്മൾക്കും വളരെ ഈസി ആയിട്ട് Arduino ബോർഡിലോട്ട് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡാറ്റ കേബിൾ ഉണ്ടെന്ന് ആദ്യം ഉറപ്പ് വരുത്തുക. ഡാറ്റ കേബിൾ നമ്മൾ Arduino ബോർഡിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന Arduino നാനോ ബോർഡിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് USB B ടൈപ്പ് മിനി ആയിരിക്കും, മറ്റേ വശം USB A ടൈപ്പ് ആയിരിക്കും. ഇനി ഫോണിലോട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് നമുക്കൊരു OTG കേബിളിൻ്റെ ആവശ്യമുണ്ട്. ഇതെല്ലാം സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട്, ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്തിട്ട് Arduino ബോർഡിലോട്ട് പ്രോഗ്രാം എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. Arduinoയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയി Arduino Droid എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടും. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹോം സ്ക്രീന്. നമ്മൾക്ക് ഇവിടെ പ്രോഗ്രാം എല്ലാം എഴുതാനുള്ള സൗകര്യമുണ്ട്. അതിനെ കമ്പൈൽ ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെയുള്ള അതിൻ്റെ മെനു ഐറ്റംസാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മുടെ വീഡിയോൻ്റെ തന്നെ യൂട്യൂബ് വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ വർക്ക് ചെയ്യുന്നൊരു പ്രോഗ്രാമും ഒരു 4 ലൈബ്രറി ഫയൽസും അടങ്ങുന്ന ഒരു 5 ഫയൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിനകത്തുള്ള ഏതെങ്കിലും ഒരു ഫോൾഡറിനകത്തോട്ട് വയ്ക്കുക. ഇനി ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ Arduino ബോർഡിലോട്ട് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നമ്മൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കണം. അതിന് ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഡോട്ടുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാമിനെ നമ്മൾ സ്കെച്ച് എന്നാണ് പറയുക. സ്കെച്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഫ്രം ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഫോൾഡർ തന്നെയാണ്. ഡിവൈസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി എൻ്റെ ഡൗൺലോഡ് എന്നുള്ള ഫോൾഡറിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഡൗൺലോഡ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തു. temperature.gun.ino ആണ് നമ്മുടെ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാം. അത് ഞാൻ ഓപ്പൺ ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ പ്രോഗ്രാം ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഈ പ്രോഗ്രാം എല്ലാവരും ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ വായിച്ച് നോക്കുക. ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നതൊക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഇത് മനസ്സിലാക്കി തരാനുള്ള അതിൻ്റെ കമൻറ്റുകളാണ് ആ ഗ്രീൻ കളറിലുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ, പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. നമ്മൾ പരമാവധി അതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കും. ഇനി ഈ പ്രോഗ്രാം നമ്മൾ Arduino ബോർഡിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് പ്രോഗ്രാമിൽ എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് മുകളിലുള്ള കമ്പൈൽ ബട്ടൺ പ്രസ് ചെയ്യുന്നു. കമ്പൈൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എറർ വരും. എറർ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ Arduino ബോർഡിൻ്റെ കൂടെ ഈ പ്രോഗ്രാമിനകത്തോട്ട് അഡാഫ്രൂട്ടിൻ്റെ ഗ്രാഫിക്സ് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ സെൻസർ, ഇങ്ങനെയുള്ള ഡിവൈസുകളെല്ലാം നമ്മൾ അഡീഷണലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബോർഡുമായിട്ടെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അസോസിയേറ്റഡ് ലൈബ്രറി ഫയൽസ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് വേണം. സംതിങ് ലൈക്ക് നമ്മളൊരു PC ഒരു പ്രിൻ്റർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വയ്ക്കുക. അപ്പോൾ പ്രിൻ്റർ ഡയറക്റ്റായിട്ട് USB കേബിൾ കണക്ട് ചെയ്യുമ്പോൾ വരില്ല. അതിൻ്റെ പ്രിൻ്ററിൻ്റെ CD വെച്ച് അതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമുക്കത് പൂർണ്ണമായിട്ടും ആക്സസ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ പ്രോഗ്രാം ഉണ്ട്. ഇനി നമ്മൾ ലൈബ്രറി ഫയൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എഗെയിൻ മെനുവിലോട്ട് പോയി ലൈബ്രറി എന്നുള്ള ഐറ്റം ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ .zip ഫയലായിട്ട് ലൈബ്രറി ആഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. add.zip ലൈബ്രറി അതിൽ ക്ലിക്ക് ചെയ്താൽ അതേ ഡൗൺലോഡ് ഫോൾഡറിൽ ഞാൻ ഓൾറെഡി ഈ 4 സിപ്പ് ഫയൽ വെച്ചിട്ടുണ്ട്. ഓരോ സിപ്പ് ഫയലും ഒന്ന് ഗ്രാഫിക്സ് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ളത്, രണ്ടാമത് IR ടെമ്പറേച്ചർ സെൻസറിനോട്ടുള്ളത്, മൂന്നാമത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ I2C കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളത്, നാലാമത് അതിൻ്റെ ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ളത്, ആ ഡിസ്പ്ലേൻ്റെ ഡ്രൈവറാണ്. ഈ 4 ലൈബ്രറി ഫയൽസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ സിപ്പ് ഫയലും ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുന്നുണ്ട് ഞാൻ.
ഇങ്ങനെ 4 ലൈബ്രറി ഫയലും ഇൻസ്റ്റാൾ ആയോ എന്നറിയാൻ എഗെയിൻ നമ്മൾ മെനുവിലോട്ട് പോയി ലൈബ്രറിയിൽ മാനേജ് ലൈബ്രറിയിലോട്ട് പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അവസാനമായി ഇൻസ്റ്റാൾ ചെയ്തതെല്ലാം മുകളിൽ കാണുന്നുണ്ട്. അതിൽ ഐസ്ക്യൂർസി ബസ്സിൻ്റെ ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, ടെമ്പറേച്ചർ സെൻസർ, അതുപോലെ തന്നെ ഡിസ്പ്ലേ ഡ്രൈവർ. ഈ 4 നമ്മൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ ഒരു തവണ കൂടെ കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈലേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. താഴത്ത് കമ്പൈലേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. കമ്പൈലേഷൻ ഫിനിഷ് എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു എറർ വന്നിട്ടുണ്ട്, അഡാഫ്രൂട്ട് SST എന്നുള്ളത്. നമ്മൾ ഒരു പ്രാവശ്യം കൂടെ വർക്കിംഗ് പ്രോഗ്രാം ഒന്ന് അതിൻ്റെ ഡെസ്റ്റിനേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിലപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഇത് ഡിലീറ്റ് ആയിട്ടുണ്ടാകും. ഓപ്പൺ ഫ്രം എഗെയിൻ ഡിവൈസ്, എവിടെയായിരുന്നു, ഡൗൺലോഡ്, ടെമ്പറേച്ചർ. ഓക്കെ, ഒരു തവണ കൂടെ കമ്പൈൽ ചെയ്യാം. ഇപ്പോൾ കമ്പൈലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എറർ ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു Arduino IDEയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരുപാട് കൺട്രോളർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡ് ഏതാണ്, നമ്മൾ ഏത് ബോർഡിലോട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി നമ്മൾ ആദ്യം സെറ്റിംഗ് പേജിലോട്ട് പോകണം. സെറ്റിങ്ങിൽ ബോർഡ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ബോർഡിൽ ക്ലിക്ക് ചെയ്താൽ Arduino ആണോ ESP32 ആണോ അങ്ങനെ കുറേയധികം കൺട്രോളർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് Arduino ആണ്. Arduino ഓപ്പൺ ചെയ്തു. Arduinoയിൽ ഇത്രയും വെറൈറ്റിയിലുള്ള ബോർഡുകളുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് നാനോയുടെ Atmega 328 ആണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ബോർഡ് സെലക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്യാം. ഞാൻ അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ നമുക്കൊരു എറർ വന്നു, നോ കണക്റ്റഡ് ബോർഡ്സ് ഫൗണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോർഡുമായിട്ടുള്ള OTG കേബിൾ കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു പോപ്പപ്പ് കാണാൻ പറ്റും, USB ഡിവൈസ് അറ്റാച്ച്ഡ് എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ അപ്ലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത്. ഗുഡ്. അപ്പോൾ സ്കെച്ച് അപ്ലോഡ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ Arduino ബോർഡിലോട്ട് പ്രോഗ്രാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഡാറ്റ കേബിളിൻ്റെ ആവശ്യമില്ല. നമ്മളിതൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ Arduino ബോർഡിൽ പ്രോഗ്രാം ഉണ്ട്, ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, പുഷ് ബട്ടൺ ഉണ്ട്. നമ്മുടെ ഡിസ്പ്ലേ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. പൊസിഷൻ സെൻസർ ഇവിടെയും ടെമ്പറേച്ചർ സെൻസർ ഈ ഭാഗത്തുമായി പോയി. രണ്ടും ഒരു വശത്ത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു. കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒന്ന് പവർ ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇപ്പോൾ പൊസിഷൻ സെൻസറിൻ്റെ ഫ്രണ്ടിൽ ഒബ്ജക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പവർ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പൊസിഷൻ സെൻസർ പൊസിഷൻ എറർ വരണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പവർ ഓൺ ചെയ്തപ്പോൾ നമുക്ക് പൊസിഷൻ എറർ വരുന്നുണ്ട്. ഇനി ഒരു ഒബ്ജക്റ്റ് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് വെച്ചതിന് ശേഷം പവർ ഓൺ ചെയ്താൽ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് 34.33. അപ്പോൾ സർക്യൂട്ട് ഓക്കെയാണ്. ഇനി നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് ഇതിനെ നീറ്റായിട്ട് ഒരു ബോക്സിനകത്തോട്ട് അസംബിൾ ചെയ്ത് വെക്കണം. നമ്മുടെ സർക്യൂട്ടെല്ലാം അസംബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4mm PVC ഷീറ്റ് ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഷേപ്പിലോട്ട് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ നമ്മുടെ ടെമ്പറേച്ചർ സെൻസർ, പൊസിഷൻ സെൻസർ, ഇതിനകത്ത് Arduino ബോർഡ് വരണം, ഇവിടെ ഡിസ്പ്ലേ വെക്കണം. ഇവിടെ നിന്ന് ഡിസ്പ്ലേ നോക്കാൻ പറ്റുന്ന പോലെ ആയിരിക്കണം. പിന്നെ അതിലോട്ടുള്ള വയർ കണക്ഷൻസിന് വേണ്ടിയിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ പോർഷൻ നമുക്ക് പുഷ് ബട്ടൺ വയ്ക്കാനും ഇതിനകത്ത് 9 വോൾട്ടേജിൻ്റെ ബാറ്ററി വയ്ക്കാനും. അപ്പോൾ ബാറ്ററി നമുക്ക് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭാഗം നമുക്ക് ഓപ്പണിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ബോട്ടം സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന പോലെയും ഇവിടെ എന്തെങ്കിലും ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോപ്പ് പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് ആവശ്യമുള്ള സമയത്ത് ഓപ്പൺ ചെയ്യാനുള്ള രൂപത്തിൽ എന്തെങ്കിലും സ്ക്രൂ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ സർക്യൂട്ട് അസംബിൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിത് പൊളിച്ച് കുറച്ചുകൂടെ വലിയ ബോക്സ് ചെയ്യേണ്ടതായിട്ട് വരും.
അങ്ങനെ അവസാനം നമ്മളിതിനെ ഒരു കുഞ്ഞു പെട്ടിക്കകത്താക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ ഒബ്ജക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പൊസിഷൻ എറർ എന്ന് കാണിക്കണം. പിന്നെ ഒബ്ജക്റ്റ് വന്നാൽ ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ കാണിക്കണം. ഇനി നമ്മൾ വേറെ ഒന്നും കൂടെ പറഞ്ഞിരുന്നു, ഹൈ ടെമ്പറേച്ചർ നമ്മൾ 38 ഡിഗ്രിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 38 ഡിഗ്രി ആൻഡ് എബോവ് ആണെങ്കിൽ ഒരു അലാം സൗണ്ട് അല്ലെങ്കിൽ ഒരു ബസർ സൗണ്ട് നമുക്ക് കിട്ടണം. ഞാൻ കൈ കുറച്ച് റബ്ബ് ചെയ്തിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 40 ഡിഗ്രിയൊക്കെ കാണണം. വാവ്, 39.59 നമുക്ക് ബസർ സൗണ്ട് വന്നു. വാവ്, അടിപൊളിയല്ലേ ചങ്ങായിസ്? എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിലുള്ള വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു ദിവസം പുതിയൊരു പ്രൊജക്റ്റുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.